ബൈനറി അരിത്തമെറ്റിക്. നമ്മൾ ഓൾറെഡി 2 ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞു. നമ്പർ സിസ്റ്റം കഴിഞ്ഞു, അതുപോലെ നമ്പർ കൺവേർഷൻസും കഴിഞ്ഞു. അടുത്തതാണ് ബൈനറി അരിത്തമെറ്റിക്. എന്താണ് ഇവിടെ പറയുന്നത്? ബൈനറി എന്ന് പറയുമ്പോൾ സീറോസ് ആൻഡ് വൺസ് അല്ലേ? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? അഡീഷനും സബ്ട്രാക്ഷനും. അപ്പോൾ ബൈനറി അഡീഷനും ബൈനറി സബ്ട്രാക്ഷനും ആണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളൊരു കമ്പ്യൂട്ടറിലേക്ക് 2 നമ്പർ ആഡ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കമ്പ്യൂട്ടർ അത് പെർഫോം ചെയ്യുക? നമ്മൾ കൊടുക്കുന്ന നമ്പറിൻ്റെ ബൈനറി ഇക്വാലൻ്റ് എടുത്തിട്ടായിരിക്കും ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബൈനറി അഡീഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ റൂൾസ് തന്നിട്ടുണ്ട്. നോക്കി, 0 + 0 എന്ന് പറയുമ്പം സം എന്താ? 0. 0 + 1 1, 1 + 0 1, 1 + 1 എന്ന് പറയുമ്പോഴേക്കും 0 വിത്ത് ക്യാരി 1. ഓക്കെ, അതങ്ങ് കാണാതെ പഠിക്കാം, അതങ്ങ് അറിഞ്ഞിരിക്കുക. അതാണ് ബൈനറി അഡീഷൻ്റെ റൂള്. ഓക്കെ, ഫൈൻഡ് സം ഓഫ് ബൈനറി നമ്പേഴ്സ് 1011 ആൻഡ് 1001. ഈ 2 നമ്പേഴ്സിൻ്റെ സം നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ്? ബൈനറി അഡീഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കി, 1011 + 1001 ഇതിൻ്റെ രണ്ടിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 1 + 1 എന്ന് പറയുമ്പോൾ എന്താ? 0 വിത്ത് ക്യാരി 1 അല്ലേ? അപ്പോൾ 0 വിത്ത് ക്യാരി 1. ഇനി നോക്കിയേ, ഇപ്പോൾ ഇവിടെ 3 എണ്ണം വന്നിട്ടില്ലേ? 3 എണ്ണം നമുക്ക് ഒന്നിച്ച് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റ് ഏകദേശം നമ്മൾ നോർമലി പ്ലസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ എന്നാലും 3 എണ്ണം ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 2 എണ്ണം ആദ്യം ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ടിനോട് താഴത്തെ അടുത്ത നമ്പർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 + 1 എന്ന് പറയുമ്പോൾ എന്താ? 0 വിത്ത് ക്യാരി 1. അപ്പോൾ ഒരു ക്യാരി 1 ഉണ്ടല്ലേ? ആ ക്യാരി 1 നമുക്ക് ഇവിടെ അങ്ങ് കൊടുക്കാം. പിന്നെ എന്താ അവിടെ ഉള്ളത്? 0 ഉണ്ട്. ആ 0 പ്ലസ് താഴത്തെ 0 എന്ന് പറയുമ്പോൾ എന്താ? 0 + 0 0. ഓക്കെ, ഇനി ഇവിടെ നോക്കി, 1 ഉണ്ട്, ഒരു ക്യാരി 1 അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ 1 + 0 എന്ന് പറയുമ്പോൾ എന്താണ്? 1 + 0 1 ആണല്ലേ? ഓക്കെ, ആ 1 + 0 എന്ന് പറയുമ്പോഴേക്കും പിന്നെ എന്തായി? 1 തന്നെ കിട്ടി. ഇനി നോക്കി, 1 + 1 1 + 1 എന്ന് പറയുമ്പോൾ 0 വിത്ത് ക്യാരി 1. ഓക്കെ, ഇപ്പോൾ നോക്കി, ക്യാരിയുടെ താഴെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് എഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? 1 0 1 0 0. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. നോക്കിക്കേ, 1 1 0 1 1 1 പ്ലസ് 1 0 0 1 1 0 നമുക്ക് ആഡ് ചെയ്യണം. നോക്കി, 1 + 0 എന്ന് പറയുമ്പോൾ 1, 1 + 1 എന്ന് പറയുമ്പോൾ എന്താ? 0 വിത്ത് ക്യാരി 1, 1 1 0 വിത്ത് ക്യാരി 1. ആ 0 + 1 എന്ന് പറയുമ്പോൾ എന്തായി? 0 + 1 1. ഓക്കെ, ദെൻ ഇവിടുത്തെ ക്യാരി 1 + 0 എന്ന് പറയുമ്പോൾ എന്താണ്? 1 + 0 1, അഗെയിൻ 1 + 0 1. നോക്കിയേ, 1 + 0 1, 1 + 1 എന്ന് പറയുമ്പോൾ എന്താ? 0 വിത്ത് ക്യാരി 1. 0 ക്യാരി 1 ഇവിടെ ഉണ്ട്, താഴെ ഒന്നുമില്ല, നമുക്ക് നേരെ താഴേക്ക് ഇറക്കി എഴുതാം. അപ്പോൾ ആൻസർ എന്താ? 1 0 1 1 1 0 1. അതാണ് അതിൻ്റെ ആൻസർ. അപ്പം ബൈനറി അരിത്തമെറ്റിക്കിൽ ബൈനറി അഡീഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനറി സബ്ട്രാക്ഷൻ ആണ്. ഓക്കെ, ബൈനറി അഡീഷൻ നമ്മൾ പഠിച്ചു. അടുത്തതാണ് ബൈനറി സബ്ട്രാക്ഷൻ. ഓക്കെ, അതിന് നമുക്ക് താഴെ റൂൾസ് തന്നിട്ടുണ്ട്. നോക്കി, 0 - 0 0, 0 - 1 1 വിത്ത് ബോറോ 1. ഓക്കെ, ബോറോ വരുന്നുണ്ട്. നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എപ്പോഴും ബോറോ ചെയ്യല്ലേ? നമുക്കിപ്പം എന്താണ്, മുകളിലത്തെ നമ്പർ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത് നിന്ന് ബോറോ ചെയ്യും. സെയിം മെത്തേഡ് തന്നെ. 0 - 1 എന്ന് പറയുമ്പോഴേക്കും ആൻസർ എങ്ങനെയാണ്? 1 വിത്ത് ബോറോ 1. 1 - 0 1, 1 - 1 0. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു റൂൾ നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 1 0 1 0 1 സബ്ട്രാക്ട് 1 0 1 0 1 ഫ്രം 1 1 1 1 1. ഓക്കെ, 5 1 ഉണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. 1 1 1 1 1 മൈനസ് 1 0 1 0 1. ഇതാണ് നമുക്ക് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, 1 - 1 എന്ന് പറയുന്നത് എന്താ? 0 ആണ്. 1 - 0 എന്ന് പറയുമ്പോൾ 1, 1 - 1 0, 1 - 0 1, 1 - 1 0. ആൻസർ കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബോറോ മെത്തേഡ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. നോക്കിക്കേ, സബ്ട്രാക്ട് 1 0 1 1 1 ഫ്രം 1 0 1 0 0 0. ഓക്കെ, ചെയ്ത് നോക്കാം. 1 0 1 0 0 0 മൈനസ് 1 0 1 1 1. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നോക്കിക്കേ, 0 - 1 0 - 1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 0 - 1 എന്ന് പറയുമ്പോൾ ആൻസർ എന്താ? 1 വിത്ത് ബോറോ 1 ആണ്. ഓക്കെ, 1 എവിടെ ഉണ്ട്? ഒരു ബോറോ 1 ഉണ്ട്. ബോറോ 1 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇവിടെ എല്ലാം ബിറ്റ് 2 ബിറ്റിൻ്റെ കേസിലല്ലേ നമ്മൾ പറയുന്നത്. 2 ബിറ്റ് എന്ന് പറയുമ്പോഴേക്കും 1 പോയി കഴിഞ്ഞാൽ ബാലൻസ് എന്താ? 1 ആണ് ഉള്ളത്. ഇവിടെ നോക്കി, ഇവിടെ 0 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം നമുക്കിവിടെ ഒരു ബോറോ എഴുതാം. നമുക്കിവിടെ 0 ആണ്, 2 ആയിരുന്നു, അത് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. 2 ആക്കി നമ്മൾ എന്നിട്ട് ഇങ്ങോട്ട് എടുത്തു, ഒരു ബിറ്റ് ഇപ്പുറത്തേക്ക് എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു?
ഇപ്പം നോക്കിക്കേ, ഇവിടെ 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ എന്താ, 1 മൈനസ് 0 1 ആണ്. എഗെയിൻ 1 മൈനസ് 1 എന്ന് പറയുമ്പോഴേക്കും 0 വരും. ഓക്കെ, ഇനി ഇപ്പുറത്ത് നോക്കിക്കേ, ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ബോറോ 1 കിടപ്പുണ്ട്. കാരണം ഇവിടെ 0 ആയിരുന്നു, നമ്മളിപ്പോൾ ഇപ്പുറത്ത് നിന്ന് ആയിരിക്കുമല്ലോ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു 2 ബിറ്റ് കിട്ടിയതിൽ നിന്ന് ഒരെണ്ണമാണ് തൊട്ട് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടെ ഒരു ബോറോ 1 ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 1 മൈനസ് 0 എന്താണ്, 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1, എഗെയിൻ 1 മൈനസ് 1 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആൻസർ 0 വരും. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെയാണ് നമുക്കൊരു 1 ഉള്ളത്, ഇവിടെയാണ് ബിറ്റ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് എടുത്തു പോയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായി, ഈ 1 മാറി 0 ആയിട്ടുണ്ട്. അപ്പോൾ 0 മൈനസ് 0 എന്ന് പറയുമ്പോൾ എന്താണ്, 0. ഓക്കെ, ഇനി എന്താ 0 മൈനസ് 1. 0 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താ, ആൻസർ 1 വിത്ത് എ ബോറോ 1 അല്ലേ. ഓക്കെ, അപ്പോൾ 1 വിത്ത് എ ബോറോ 1. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ബാലൻസ് ഇവിടെ എന്താ ഉള്ളത്, 1 ആണ്. 1 ഉണ്ടോ ബാലൻസ്? ഈ ഒരു 1നെ നമ്മൾ ഇങ്ങോട്ട് ബോറോ ചെയ്തു, ഇപ്പുറത്തേക്ക് നമ്മൾ ബോറോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസ് എന്താ, 0 ആണ്. അപ്പോൾ ആ 0 നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി. നോക്കിക്കേ, 1 0 1 0 0 1. ഇതാണ് ആൻസർ. കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ, കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ആ ഒരു ട്രിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ 2 ബൈനറി നമ്പർ തന്നിട്ടില്ലേ, നോക്കിക്കേ, 10111 എന്ന നമ്പറും 1010000 എന്നൊരു നമ്പർ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ബൈനറിയാണ്. ഈ ബൈനറിനെ നമുക്ക് ഡെസിമൽ ആക്കാൻ അറിയില്ലേ, അറിയാലോ, നമ്മൾ കൺവേർഷനിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ബൈനറി ടു ഡെസിമൽ ആക്കുന്നത്. അതുപോലെ ഇത് രണ്ടും മാറ്റാം, എന്നിട്ട് ആ ഡെസിമൽ നമ്പേഴ്സ് മൈനസ് ചെയ്യാൻ നമുക്കറിയാലോ. ഇപ്പം നമുക്ക് ഈ ഒരു നമ്പറിനെ മാറ്റിയിട്ട് ഇപ്പം 11 മൈനസ് 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ അറിയില്ലേ. ഓക്കെ, അതുപോലെ അത് കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് ആ ആൻസറിനെ നമുക്ക് തിരിച്ച് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതൊരു മെത്തേഡാണ്. ഓക്കെ, അതായത് സബ്ട്രാക്ഷൻ ചെയ്യുമ്പം ക്ലിയർ ആവുന്നില്ല, തെറ്റി പോകുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എങ്ങനെ, തന്നിരിക്കുന്ന 2 നമ്പറിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മൈനസ് ചെയ്യാം, എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുക, ബൈനറിയിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു 3rd ടോപ്പിക്കും നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ബൈനറി അരിത്തമെറ്റിക് എന്ന സെഷനിൽ ബൈനറി അഡീഷനും നമ്മൾ പഠിച്ചു, ബൈനറി സബ്ട്രാക്ഷനും പഠിച്ചു. ക്ലിയർ ആയില്ലേ? ഇനി വരുന്ന നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ. ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, നമ്പേഴ്സ് വരാം, ക്യാരക്ടേഴ്സ് വരാം, ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ്, എന്ത് വേണമെങ്കിലും വരാം അല്ലേ ഡാറ്റ എന്ന് പറയുമ്പോൾ. ഈ ഡാറ്റ എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻറ്റേർണലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിലത് ഇരിക്കുന്നത്, എന്ത് ഫോമാറ്റിലാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, എ കമ്പ്യൂട്ടർ യൂസസ് എ ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ടു റെപ്രസെൻറ്റ് എ പീസ് ഓഫ് ഡാറ്റ വിച്ച് വുഡ് ബി എ നമ്പർ, ക്യാരക്ടർ, ഇമേജ്, സൗണ്ട്, വീഡിയോ എക്സെട്ര. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഓരോന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കും. അപ്പോൾ ഈ ഒരു ഡാറ്റ റെപ്രസെൻറ്റേഷൻ്റെ അണ്ടറിൽ നമ്മൾ നമ്പേഴ്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരക്ടേഴ്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പഠിക്കും. ആൻഡ് ഫൈനലി ഇമേജ്, ഓഡിയോ, വീഡിയോ, ഇത് 3 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്നുള്ളതും കൂടെ പഠിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അത് പഠിച്ചു പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ്. 2 രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് പറയുന്നുണ്ട്. ഒന്ന് ഇൻറ്റീജേഴ്സ് എങ്ങനെയാണ്, രണ്ടാമത് ഫ്ലോട്ടിംഗ് പോയിന്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻറ്റീജേഴ്സിൽ നിന്ന് തുടങ്ങാം അല്ലേ. There are 3 methods for representing an integer number in the computer memory. 3 methods ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് 3 മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, ദെൻ 1's complement representation and finally 2's complement representation. ഈ 3 മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിക്സഡ് സൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ദാറ്റ് ആർ ഹാൻഡിൽഡ് ആസ് എ യൂണിറ്റ് ബൈ എ പ്രോസസ്സർ. വേർഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു വേർഡിലുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് വേർഡ് ലെങ്ത് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് പറഞ്ഞാൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ അല്ലേ. ഓക്കെ, എന്താണ് ഈ ഒരു സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്? നമുക്ക് തരുന്ന നമ്പറിന്, ഇപ്പം നമ്മളൊരു നമ്പർ എഴുതുമ്പോൾ നമ്മളിപ്പോൾ എന്താ +2 അല്ലെങ്കിൽ വെറുതെ 2 എഴുതിയാൽ നമുക്കറിയാം അത് പോസിറ്റീവാണ്. -1 -3 എന്നൊക്കെ എഴുതി കഴിയുമ്പോൾ നമുക്കവിടെ സൈൻ ഉണ്ട് അല്ലേ, പ്ലസ് മൈനസ് നമ്മൾ സൈൻ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ആണോ എന്നുള്ളത്. പക്ഷേ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവൂ ഇല്ല, കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്ന എന്താണ്, 0ഉം 1ഉം മാത്രമാണ്. ഓക്കെ, അപ്പം നമുക്ക് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ അത് എങ്ങനെ എഴുതുന്നത് നോക്കിക്കേ. നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 8 ബിറ്റിലേക്ക് എഴുതാം. ഓക്കെ, ഒരു നമ്പർ നമ്മൾ 8 ബിറ്റ് ഫോർമാറ്റിലേക്ക് എഴുതാം. എന്നിട്ട് അതിൽ ഫസ്റ്റ് വരുന്നത് ലെഫ്റ്റ് മോസ്റ്റ് വരുന്ന ആദ്യത്തെ ബിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാക്കി വരുന്ന 7 എണ്ണം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, ആ ഒരു ഇൻറ്റീജറിൻ്റെ സൈൻ ആണ് ഫസ്റ്റ് ബിറ്റ്, ബാക്കി വരുന്ന 7 എണ്ണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഇപ്പോൾ നോക്കിക്കേ, +23 എന്ന് എഴുതുമ്പോഴേക്കും
00010111. ഇതാണ് അതിൻ്റെ 8-bit ഫോർമാറ്റിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഒരു നെഗറ്റീവ് നമ്പറാണ്, ഒരു നെഗറ്റീവ് ഇൻറ്റീജർ ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ ഫസ്റ്റ് ബിറ്റ് 1 ആയിരിക്കും. ഓക്കെ, അതല്ല നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ബിറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, നോക്കിക്കേ, +23 എന്ന് പറഞ്ഞപ്പോഴേക്ക് ഫസ്റ്റ് ബിറ്റ് എന്താ കിടക്കുന്നത്? 0 ആണല്ലേ, അതായത് അത് പോസിറ്റീവ് ആണ്. ഇനി -105 എന്ന് പറയുന്നതിൻ്റെ നമ്പർ നോക്കിക്കേ, അപ്പോൾ ആദ്യത്തെ ബിറ്റ് എന്താ? 1 ആണ് കിടക്കുന്നത് അല്ലേ, അതായത് അത് നെഗറ്റീവ് ആണ്. ഇതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന നമ്പറിലെ ഫസ്റ്റ് ബിറ്റ് സൈനും ബാക്കിയുള്ള 7 എണ്ണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പം നമുക്ക് 2's കോംപ്ലിമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താ? 10101 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. നമ്മൾ അതിന് സീറോസിനെ 1 ആക്കി, 1നെ 0s ആക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 01010 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അതിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്യാം. അപ്പോൾ എന്താ? 1 ആഡ് ചെയ്യുമ്പോഴേക്കും 0 + 1 എന്ന് പറയുമ്പോൾ 1, ബാക്കി ഇപ്പുറത്തൊന്നുമില്ല അല്ലേ, അപ്പോൾ നേരെ താഴേക്ക് എടുത്ത് ചെയ്താൽ അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 01011 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ 10101 എന്ന് പറയുന്ന ബൈനറി നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 1's കോംപ്ലിമെൻറ്റ് 2's കോംപ്ലിമെൻറ്റ് എങ്ങനെ കാണുന്നതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് സബ്ട്രാക്ഷൻ യൂസിങ് 1's കോംപ്ലിമെൻറ്റ്. 1's കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്ത് എങ്ങനെ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 എന്താണ്? നമുക്ക് 2 നമ്പറും സെയിം നമ്പർ ഓഫ് ബിറ്റ്സിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ചെറിയ നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സീറോസ് കൊടുത്തിട്ട് രണ്ടും സെയിം നമ്പർ ആക്കുക. ഓക്കെ, സെയിം നമ്പർ ഓഫ് ബിറ്റ്സിൽ എഴുതുക. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? സബ്ട്രാഹെൻഡിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഒരു 1's കോംപ്ലിമെൻറ്റിന് അതിൻ്റെ മിനുവൻ്റ് ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ആഡ് ദ ക്യാരി 1 ടു ദ സം ടു ഗെറ്റ് ആൻസർ. എന്താ? ക്യാരി 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു 4 സ്റ്റെപ്പിൽ നമുക്ക് 1's കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്ത് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദെൻ സബ്ട്രാക്ട് 100 ഫ്രം 1010. അപ്പോൾ 100ൽ നിന്ന് 1010 സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് യൂസ് ചെയ്തിട്ട്? 1's കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിപ്പം ചെയ്ത ആ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ? 1010 ഉണ്ട്, 100 ഉണ്ട് അല്ലേ. ഓക്കെ, ഇത് 4ഉം ഇത് 3 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് മുന്നിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സബ്ട്രാഹെൻഡിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, അപ്പം 0100ൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചു. എത്രയാണ്? 1011. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതായിട്ട് ആഡ് ചെയ്യുക. 1010നെ 1011 ആയിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ നമുക്കിവിടെ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കിട്ടിയ ആൻസറിനെ 1 കൊണ്ട് വീണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 0110. ഇതെങ്ങനെ ആഡ് ചെയ്യണേ സബ്ട്രാക്ട് ചെയ്യണേന്ന് മിസ് തൊട്ട് മുന്നേ പറഞ്ഞു തന്നാണ്. അപ്പോൾ അത് ആലോചിച്ച് അതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താ? 2's കോംപ്ലിമെൻറ്റ് വെച്ചിട്ട് എങ്ങനെ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും? നമ്മൾ 1's കോംപ്ലിമെൻറ്റിൻ്റെ മെത്തേഡ് ഇപ്പോൾ പഠിച്ചു. ഇനി വരുന്നത് 2's കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ നോക്കി കേസ് സ്റ്റെപ്സ് എന്താണ്? സെയിം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ നമ്പറിന് സീറോസ് ആഡ് ചെയ്ത് സെയിം നമ്പർ ആക്കി മാറ്റാം. ഓക്കെ, എന്നിട്ട് സബ്ട്രാഹെൻഡിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പുറത്ത് 1's ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് മിനുവൻ്റ് ആയിട്ട് 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുക, ക്യാരി ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്സ്. അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. സെയിം നമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. നോക്കിക്കേ, 100 എന്ന് പറയുന്നതും 1010 ഇതിന് 2's കോംപ്ലിമെൻറ്റ് വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എന്താ? 100നെ നമ്മൾ 0100 എന്ന് എഴുതി 4 ബിറ്റ് ആക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ 1's കോംപ്ലിമെൻറ്റും കണ്ടു, എന്നിട്ട് അതിൻ്റെ 2's കോംപ്ലിമെൻറ്റും കണ്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1100 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ ഒരു 1010നെ ഈ ഒരു 2's കോംപ്ലിമെൻറ്റ് വെച്ചിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അത് ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമുക്ക് ആ ഒരു ക്യാരി ഇഗ്നോർ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ എന്താ? 110 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും വെച്ചിട്ട് സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. സെയിം, വ്യത്യാസമൊന്നുമില്ല. 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും സബ്ട്രാഹെൻഡിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കാണാം, എന്നിട്ട് ബാക്കി ചെയ്യാം. 2's കോംപ്ലിമെൻറ്റ് വരുമ്പോഴോ 2's കോംപ്ലിമെൻറ്റ് കണ്ടിട്ട് ബാക്കി ചെയ്യുക. ഇവിടെ ഒരു 1 ആഡ് ചെയ്യണം, ഇവിടെ വരുമ്പോൾ എന്താ? ക്യാരി ഇഗ്നോർ ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? എ റിയൽ നമ്പർ കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻറ്റീജർ പാർട്ട് ആൻഡ് എ ഫ്രാക്ഷണൽ പാർട്ട് അല്ലേ. ഒരു റിയൽ നമ്പർ എടുക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് അതിനൊരു ഇൻറ്റീജർ പാർട്ടും ഉണ്ടാവും, ഒരു ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 9.5 എന്ന് എഴുതി. ഇത് നമ്മുടെ ഇൻറ്റീജർ പാർട്ടും ഇതെന്താണ്? ഫ്രാക്ഷണൽ പാർട്ടും ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എക്സ്പോണന്റ് ആൻഡ് മാട്രിസ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കിത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇവിടെ ഓക്കെ,
25.45 എന്ന് പറയുന്ന ഒരു നമ്പർ, ഈ ഒരു റിയൽ നമ്പർ. ഇവിടെ 25 ഇതിൻ്റെ ഇൻറ്റീജർ പാർട്ടും അതുപോലെ 0.45 എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടും ആണ് അല്ലേ. അതിനെ നമുക്ക് എക്സ്പോണൻറ്റും മാൻഡിസും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കിയത്. 0.2545 × 10⁻²2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ ഇവിടെ 0.2545 എന്ന് പറയുന്നതാണ് മാൻഡിസ. ഓക്കെ, അതായത് 25.45 നമ്മൾ എങ്ങനെ എഴുതി, 0.2545 എന്ന് എഴുതി അല്ലേ. അപ്പോൾ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ മാൻഡിസ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 10⁻² എന്ന് എഴുതി. അപ്പോൾ ഇതിൽ ഈ ഒരു പവർ 2 ഉണ്ടല്ലോ, അതാണ് നമ്മുടെ എക്സ്പോണൻറ്റ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെയാണ് മാൻഡിസ, ഫ്രണ്ടിൽ വരുന്നതാണ് മാൻഡിസ. ദെൻ പവർ എത്രയാണോ, 10ന്റെ പവർ എത്രയാണോ അതാണ് നമ്മുടെ എക്സ്പോണൻ്റ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, A computer with 32-bit word length uses 24 bits for Mandisa and the remaining 8 for exponent. എന്താണ്, കമ്പ്യൂട്ടറിൽ 32 ബിറ്റ് ലെങ്ത് വരുന്ന വേർഡിൽ, ഓക്കെ, 32 ബിറ്റ്സിൽ നമ്മൾ 24 യൂസ് ചെയ്യുന്നത് മാൻഡിസയ്ക്കും ബാക്കി 8 ബിറ്റ് യൂസ് ചെയ്യുന്നത് എക്സ്പോണൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വരുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, ക്യാരക്ടേഴ്സ് എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നോക്കിക്കേ, ആസ്കി വാല്യൂസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. എന്താണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, അതാണ് ആസ്കിയുടെ ഫുൾ ഫോം. ഫുൾ ഫോംസ് ചോദിക്കാറുണ്ട്, എല്ലാത്തിൻ്റെയും ഫുൾ ഫോംസ് പഠിച്ചു വെക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 7 ബിറ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ്കിയിൽ നമുക്ക് 7 ബിറ്റ്സ് ആണ്, 7 ബിറ്റ്സ് ടു റെപ്രസെൻറ്റ് ഈച്ച് ക്യാരക്ടർ ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. ഓക്കെ, പിന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് US ഗവൺമെൻറ് ആണ്. എ യുണീക്ക് ഇൻറ്റീജർ നമ്പർ ഈസ് അസൈൻഡ് ടു ഈച്ച് ക്യാരക്ടർ, അതായത് ഓരോ ക്യാരക്ടറിനും നമ്മളൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇൻറ്റീജർ നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ആസ്കി കോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് നമ്മൾ 65 എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എയുടെ ആസ്കി വാല്യൂ എന്താണ്, 65 ആണ്. ക്ലിയർ ആയാലോ എങ്ങനെയാന്ന്. ഓക്കെ, ഇനി അതിൻ്റെ ബൈനറി ഇക്വാലൻ്റ് എന്ന് പറയുന്നത് 7 ബിറ്റിലായിരിക്കും നമ്മൾ എഴുതുക. നോക്കിക്കേ, 100001. ഇതാണ് അതിൻ്റെ ബൈനറി ഇക്വാലൻ്റ്. ഇത് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആസ്കി യൂസ് ചെയ്തിട്ട് നമുക്ക് 128 ക്യാരക്ടേഴ്സെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയോ. അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടർ റെപ്രസെൻറ്റേഷനിൽ ഫസ്റ്റ് വരുന്നതാണ് ആസ്കി. ഓക്കെ, അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇവിടെ നമ്മൾ 7 ബിറ്റാണ് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറിനും ഓരോ യൂണിക് നമ്പർ നമ്മൾ കൊടുക്കും, ഓരോ യൂണിക് ഇൻറ്റീജർ നമ്പർ കൊടുക്കും. ഓക്കെ, ആ നമ്പറിനെ നമ്മൾ ആസ്കി കോഡ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്, ആസ്കി കോഡ്. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ എന്റെ ആസ്കി കോഡ് എന്ന് പറയുന്നത് 65 ആണ്. ഓക്കെ, അത് നമ്മൾ ബൈനറി ഇക്വാലൻ്റ് ആയിട്ട് എഴുതുമ്പോൾ എത്ര ബിറ്റിലാണ് എഴുതുന്നത്, 7 ബിറ്റ്സിലായിരിക്കും എഴുതുക. ഓക്കെ, അത് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ മൊത്തം 128 ക്യാരക്ടേഴ്സ് ആണ് ആസ്കി വഴി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ക്ലിയർ ആയാലോ ആസ്കി എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് EBCDIC. എന്താണ് അതിൻ്റെ ഫുൾ ഫോം നോക്കിക്കേ, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. ഇച്ചിരി വലുതാണ്, ഇത് നോട്ട് ചെയ്യുക. ഓരോന്നിൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും അത് 8 ബിറ്റാണ്. ആസ്കി 7 ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ എന്താ ഒന്നും കൂടെ കൂടി അല്ലേ, 8 ആയി. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് IBM ആണ്. ഇവിടെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കേ, 256 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടത്തേക്കാൾ ഇത്തിരി കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, ദെൻ ISCII, അതെന്താ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. 2 രീതിയിലും പറയും. ഓക്കെ, ഇവിടെയും 8 ബിറ്റ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തതാരായിട്ട് ഇവോൾവ്ഡ് ബൈ സ്റ്റാൻഡർഡൈസേഷൻ കമ്മിറ്റി ആൻഡ് അഡോപ്റ്റഡ് ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് യൂണിക്കോഡ്. യൂണിക്കോഡ് എങ്ങനെയാണ്, ദി ലിമിറ്റേഷൻസ് ടു സ്റ്റോർ മോർ ക്യാരക്ടേഴ്സ് ആർ സോൾവ്ഡ് ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് യൂണിക്കോഡ്. അതായത് ഒത്തിരി ക്യാരക്ടേഴ്സ്, നമുക്ക് ഇവിടെ എല്ലായിടത്തും ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. മറ്റൊടുത്ത് പറഞ്ഞപ്പോൾ 128, നമ്മുടെ ആസ്കി പറഞ്ഞപ്പോൾ 128, EBCDIC വന്നപ്പോൾ എന്താ 256, അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട് ഓരോന്നിനും. ഓക്കെ, അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ സോൾവ് ചെയ്തത് യൂണിക്കോഡ് വന്നപ്പോഴാണ്. ഇവിടെ അവർ യൂസ് ചെയ്ത് എത്ര ബിറ്റാന്ന് നോക്കി, 16 ബിറ്റ്സ്. ഓക്കെ, ആസ്കിയിൽ 7, EBCDIC വന്നപ്പോഴേക്കും 8 ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്താ 16 ബിറ്റ്സ് അവർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കേ, 65,536 ക്യാരക്ടേഴ്സ്.
ഇത്രയും ക്യാരക്ടേഴ്സ് അതിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പം 16 ബിറ്റ്സും അതുപോലെ 65,536 ക്യാരക്ടേഴ്സും ഇവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും ക്യാരക്ടേഴ്സിന് ഇവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു യൂണിക്കോഡ് വഴി നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാരക്ടർ റെപ്രസെന്റേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോസ്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുക? മൾട്ടിമീഡിയ ഡേറ്റാസ് പല ഫയൽ ഫോർമാറ്റ്സിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. എന്തൊക്കെ ഉണ്ടാവും? അതിനൊരു ഹെഡർ ഇൻഫർമേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ അതിനൊരു ഇമേജ് ഡേറ്റ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമേജസ് ഏതൊക്കെ ഫയൽ ഫോർമാറ്റ്സിലാണ് സ്റ്റോർ ചെയ്യാറ്? നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഏതൊക്കെയാണ്? JPG, PNG, അതുപോലെ GIF. ഇതൊക്കെ എന്താണ്? ഇമേജ് ഫോർമാറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഓഡിയോ ഫയൽസ് ആണെങ്കിലോ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത്, എല്ലാവർക്കും അറിയാവുന്നത് MP3 എല്ലാവർക്കും അറിയാം അല്ലേ. അതുപോലെ WAV, AIFF, ഇങ്ങനെ ഒത്തിരി ഫോർമാറ്റ്സ് ഓഡിയോസിനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ വരുമ്പോഴോ MP4, ദെൻ AVI, WMV, ഇങ്ങനെയൊക്കെ പറയുന്ന ഫോർമാറ്റ്സ് നമ്മൾ വീഡിയോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫയൽ ഫോർമാറ്റ്സ് യൂസ് ചെയ്താണ് നമ്മൾ ഓഡിയോസും വീഡിയോസും ഇമേജസും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബൂലിയൻ ആൾജിബ്ര. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻട്രൊഡക്ഷൻ? ബൂലിയൻ ആൾജിബ്ര എന്തായിരിക്കും? Boolean algebra deals with the operations on variables that represents the values 1 and 0. 1 ഉം 0യും റെപ്രസെന്റ് ചെയ്യുന്ന വേരിയബിൾസിന്റെ ഓപ്പറേഷൻസ്, അതിനെയാണ് നമ്മൾ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. ആൾജിബ്ര എന്നുള്ളത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുമ്പോഴേക്കും സീറോസും വൺസും ആ ഒരു രണ്ട് വാല്യൂസ് റെപ്രസെന്റ് ചെയ്ത് നടത്തുന്ന വേരിയബിൾസിന്റെ ഓപ്പറേഷൻസ്, അതാണ് ബൂലിയൻ ആൾജിബ്ര. ഓക്കെ, the name Boolean algebra is given to honor the British mathematician George Boole. Okay, പുള്ളിയുടെ പേരിൽ നിന്നാണ് ആ ഒരു ബൂലിയൻ ആൾജിബ്ര, ആ ഒരു ബൂലിയൻ എന്ന വേർഡ് വന്നത്. ഓക്കെ, അപ്പോൾ ബൈനറി വാല്യൂഡ് ക്വാണ്ടിറ്റീസ് നോക്കിക്കേ. The sentence which can be determined to be true or false are called logical statements or truth functions. എന്താണ്? നമ്മളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ ആൻസർ ഒരു ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നായിരിക്കും. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ട്രൂത്ത് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ട്രൂ ഓർ ഫോൾസ് എന്നൊരു ആൻസർ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ട്രൂത്ത് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, the logical constants are represented by 1 and 0. ലോജിക്കൽ കോൺസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ 1ഉം 0യും വെച്ചിട്ടാണ്. അതായത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ ആയിട്ടും 0 എന്ന് പറയുന്നതിനെ ഫോൾസ് ആയിട്ടുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതായത് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ അതിനെ 1ഉം 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. 1 എന്ന് പറയുന്നത് ട്രൂ, 0 എന്ന് പറയുന്നത് ഫോൾസും. ഓക്കെ, the variables which can store logical constants 1 and 0 are called logical variables or Boolean variables. അതായത് ഈ ഒരു ലോജിക്കൽ കോൺസ്റ്റൻസ് 1ഉം 0 പോലുള്ള ഈ ഒരു ലോജിക്കൽ കോൺസ്റ്റൻസ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ലോജിക്കൽ വേരിയബിൾസ് അല്ലെങ്കിൽ ബൂലിയൻ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ള കോൺസെപ്റ്റ് പിടികിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ബൂലിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീറോസും വൺസും യൂസ് ചെയ്യുന്ന വേരിയബിൾസിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ്, അതിനെയാണ് ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ട്രൂത്ത് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ 1 എന്ന് പറയുന്നത് നമ്മൾ ട്രൂ ആയിട്ടും 0 എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത്തരം വേരിയബിൾസിനെ നമ്മൾ എന്ത് വിളിക്കും? ലോജിക്കൽ വേരിയബിൾസ് അല്ലെങ്കിൽ ബൂലിയൻ വേരിയബിൾസ്. അപ്പോൾ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇനി അടുത്തത് വരുന്നത് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ലോജിക്കൽ ഗേറ്റ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വരയ്ക്കാനോ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, the operations performed on these boolean values are called boolean operations. ഈ ബൂലിയൻ വാല്യൂസിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൂലിയൻ ഓപ്പറേഷൻസ്. വ്യത്യാസമൊന്നുമില്ല, നമ്മൾ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഈ ഒരു സെയിം ഓപ്പറേഷൻസ് തന്നെ നമുക്ക് എന്തിൽ ചെയ്യാൻ പറ്റും? ഈ ഒരു ബൂലിയൻ വാല്യൂസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏതൊക്കെയാണ് ബേസിക് ഓപ്പറേറ്റേഴ്സ് എന്ന് നോക്കാം. ഓർ ഉണ്ട്, ആൻഡ് ദെൻ നോട്ട്, ഈ 3 ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചെയ്യുന്നത് ലോജിക്കൽ അഡീഷൻ ആണ്. ഓക്കെ, അതായത് നമ്മൾ ആഡ് ചെയ്യുമല്ലോ, ആ ഒരു ഓപ്പറേഷൻ ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഓർ എന്നാണ്. ഓക്കെ, അതുപോലെ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മളിവിടെ എങ്ങനെയാണ് പറയുന്നത്? ആൻഡ്. ഓക്കെ, ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ഓർ, ആൻഡ്, ദെൻ നോട്ട് എന്ന് പറയുന്നത് ലോജിക്കൽ നെഗേഷൻ. ക്ലിയർ ആണല്ലോ? ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ്, 3 ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഓർ, ആൻഡ്, നോട്ട്. ഓക്കെ, അതായത് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ, ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ?
അടുത്തതാണ് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഡിവൈസ് ആണ്. ഓക്കെ, ഒന്നോ ഒന്നിൽ കൂടുതലോ ലോജിക്കൽ ഇൻപുട്സിൽ നമുക്ക് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് ഒരു സിംഗിൾ ലോജിക്കൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. അതിനെയാണ് ലോജിക് ഗേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർ ഓപ്പറേറ്ററിന്റെ സ്റ്റാർട്ട് ചെയ്യാം. ഓർ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷന്റെ ഓർ ഓപ്പറേറ്ററും ഓർ ഗേറ്റും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓർ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? അഡീഷൻ ആണല്ലേ, ലോജിക്കൽ അഡീഷൻ ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്. നമ്മൾ പ്ലസ് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. എ പ്ലസ് ബി എന്നത് നമ്മൾ ഓപ്പറേറ്ററിന്റെ ബേസ് വെച്ച് വായിക്കുമ്പം അതെങ്ങനെയാണ്? എ ഓർ ബി എന്നാണ് വായിക്കുക. ഓക്കെ, ഓർ ഓപ്പറേറ്റർ പെർഫോം ചെയ്യുന്നത് ലോജിക്കൽ അഡീഷൻ ആണ്. അപ്പോൾ എ പ്ലസ് ബി എന്നത് നമ്മൾ എ ഓർ ബി എന്നാണ് വായിക്കുന്നത്. ഓക്കെ, ഇനി ട്രൂത്ത് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ടേബിൾ ദാറ്റ് ഷോസ് ബൂലിയൻ ഓപ്പറേഷൻസ് ആൻഡ് ദെയർ റിസൾട്ട്സ്. എന്താണ്? ബൂലിയൻ ഓപ്പറേഷൻസും അതിൻ്റെ റിസൾട്ട്സും കൂടെ ഒരുമിച്ച് എഴുതുന്ന ഒരു ടേബിൾ, അതിനാണ് ട്രൂത്ത് ടേബിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ദ ഓപ്പറാൻഡ്സ് ആൻഡ് ദ ഓപ്പറേറ്റേഴ്സ് ടുഗെദർ ആർ കോൾഡ് ബൂലിയൻ എക്സ്പ്രഷൻ. അതിനെ രണ്ടിനെ, ഓപ്പറേറ്റേഴ്സിനെയും അതുപോലെ ഓപ്പറാൻഡ്സിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ബൂലിയൻ എക്സ്പ്രഷൻ. ക്ലിയർ ആണല്ലോ എന്തൊക്കെയാണെന്നുള്ളത്? അപ്പോൾ നമ്മൾ ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി. ലോജിക് ഗേറ്റ്, അതിൽ നമുക്ക് ഫസ്റ്റ് ഓർ ഓപ്പറേറ്റർ ആൻഡ് ഓർ ഗേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എ ഓർ ബി എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ എഴുതും എന്ന് നോക്കിക്കേ. ഈ ഒരു ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ലോജിക് ഗേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാത്തിനും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി, അതായത് എ ഓർ ബി എന്നാണ് നമ്മൾ വായിക്കുക. ഓക്കെ, അപ്പോൾ 0 0 ആണെങ്കിൽ അത് 0, 0 1 എന്ന് പറയുമ്പോൾ 1, 1 0 is 1, 1 1 എന്ന് പറയുന്നത് 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോജിക് ഗേറ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. എ ബി ഇവിടെ നിന്ന് പോകുന്നുണ്ട്, ആ ഒരു ഓപ്പറേഷൻ, ലോജിക്കൽ ഓപ്പറേഷൻ, ഇവിടെ ഒരു ഓർ ഓപ്പറേഷൻ നടക്കും. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത്? എ ഓർ ബി, എ പ്ലസ് ബി എന്ന് നമ്മൾ എഴുതും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ 3 എണ്ണമാണ് വരുന്നതെന്ന് വിചാരിക്കാം. അതായത് എ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, അല്ലെങ്കിൽ എങ്ങനെ വായിക്കുക? വൈ ഈക്വൽ ടു എ ഓർ ബി ഓർ സി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് നോക്കിക്കേ. 3 എണ്ണം നമ്മൾ എഴുതി, ഇപ്പുറത്ത് അതിൻ്റെ റിസൾട്ട് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ 0 0 0 എന്ന് പറയുമ്പോൾ 0, ബാക്കി എല്ലാം വരുന്നത് 1 ആണ്. അപ്പം അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ ഓറും ആൻഡും നോട്ടും കൂടെ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നോട്ട് തിരിയില്ല, ബട്ട് ഓറും ആൻഡും കൂടെ തിരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആലോചിക്കുക, 0 0 വരുമ്പോൾ 0, ബാക്കി എല്ലാ കേസിലും അത് 1 ആയിരിക്കും ഔട്ട്പുട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കുക. അപ്പോൾ നമ്മളത് എങ്ങനെ വരയ്ക്കും? 3 എണ്ണം വരയ്ക്കും അല്ലേ. ഈ ഒരു ഓർ ഗേറ്റിലേക്ക് നമുക്ക് 3 ഇൻപുട്ട് വരും, ദെൻ ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് വരും. ക്ലിയർ ആയല്ലോ?